ഹലോ, ഇന്ന് വാലന്റൈൻസ് ഡേ ഞങ്ങൾ എന്തൊക്കെ ചെയ്യുന്നുണ്ട് ഒരു കുട്ടി വ്ളോഗാട്ടോ. വ്ളോഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കുട്ടി വ്ളോഗാണ്. അപ്പോൾ ഞങ്ങൾ രാത്രി ഡിന്നറിനാണ് പോകുന്നത്. ഹയാത്തിലോട്ട് പോകാമെന്ന് വെച്ചു. അപ്പോൾ ഞങ്ങൾ പുതിയത് രണ്ടുപേരും ട്വിൻ ചെയ്തിടാനുള്ളൊരു ഡ്രസ്സ് വാങ്ങിച്ചു. പക്ഷേ പാൻറ്റ് ലൂസ് ആയതുകൊണ്ട് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ച പിന്നായിരുന്നു കേട്ടോ. അത് മറ്റേ ജീൻസ് പിന്നെ ആ സംഭവമില്ലേ, അങ്ങനെ അത് കുത്തിക്കയറ്റാനുള്ള കുറേ പരിശ്രമമായിരുന്നു കാറിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട്. അങ്ങനെ ഞങ്ങൾ ഹയാത്തിലോട്ട് എത്തിയപ്പോൾ തന്നെ അവിടെ എന്തോ മാരേജ് നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ എന്തോ ഡി ജെയും ബഹളമൊക്കെ ആയിരുന്നു. ഞങ്ങൾ വേറെ സ്പെഷ്യലായിട്ടൊന്നുമില്ല കേട്ടോ. ഞങ്ങൾ എന്തെങ്കിലും സ്പെഷ്യൽ ഡേ ഉണ്ടെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്, ചെറുതായിട്ടെങ്കിലും. വലിയ ഇതൊന്നും അല്ലെങ്കിലും ചെറുതായിട്ടെങ്കിലും ഇങ്ങനെ പുറത്ത് പോയി ഡിന്നർ കഴിക്കാനോ ഡെയിലി പോകാറുണ്ട്. ബട്ട് സ്റ്റിൽ ഇങ്ങനത്തെ സമയങ്ങളിൽ ഇത്രയധികം കാശ് മുടക്കാന്ന് വെച്ച് പോയി. അന്ന് ഞങ്ങൾ ഫോട്ടോ എടുക്കാനുള്ള തത്രപ്പാടാണിത്. ഫോട്ടോ എടുത്തു തരാൻ ആരും ഇല്ലാത്തതുകൊണ്ട് എവിടെയെങ്കിലൊക്കെ ചാരി വെച്ചിടാനാണ്. കണ്ടോ, ഇതാണ് ഞങ്ങൾ പറഞ്ഞ ട്വിൻ പാൻറ്റ്. ഞാനെടുത്തത് സ്റ്റുഡിയോന്നും റോഷൻ എടുത്തത് വെസ്റ്റ് സൈഡിൽ നിന്ന് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അപർണേനെയും എൻ്റെ ജീവനെയൊക്കെ കണ്ടായിരുന്നു അവിടെ വെച്ചിട്ട്. അവർ ഞങ്ങളുടെ ഡ്രസ്സിനെയൊക്കെ കളിയാക്കി പോയ പോലെയൊക്കെ ഞങ്ങൾ ഫീൽ ചെയ്തു. ബട്ട് സാരമില്ല, ഇച്ചിരിയൊക്കെ മാറി നിന്നല്ലേ ആൾക്കാർ ശ്രദ്ധിക്കുകയുള്ളൂ. അങ്ങനെ ഞങ്ങൾ അവിടെ ബൊഫറ്റും ചോദിച്ചു. അപ്പോൾ തായ്സോളിലും എല്ലായിടത്തും ഫില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ ചുമ്മാ ഇവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് കഴിച്ചിട്ട് കുറച്ച് ടൈം സംസാരിച്ചിരുന്നിട്ട് പോകാമെന്ന് വെച്ചു. പിന്നെ ഇങ്ങനെയൊക്കെ ഇരുന്ന് ഫോട്ടോസൊക്കെ എടുക്കാനുള്ള ശ്രമങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഒരു മാംഗോ ഷേക്കും ഒരു ബർഗറാണ് ഓർഡർ ചെയ്തത്. രണ്ടും കൂടെ നല്ല കാശായി, അറിയാമല്ലോ, ഹയാത്താണല്ലോ, നല്ല കാശായിട്ടുണ്ടായിരുന്നു. പക്ഷേ ബർഗർ ഒട്ടും കൊള്ളില്ലായിരുന്നു. ഭയങ്കര ഫ്രോസണാക്കി വെച്ചിട്ട് ചൂട് പോലും ആയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ ആ ബർഗറൊക്കെ കഴിച്ചിട്ട് ഇഷ്ടപ്പെടാതെ ഇരുന്നപ്പോഴുള്ള റോഷൻ്റെ മുഖത്തിൻ്റെ ഇതൊക്കെയായിട്ട്. അപ്പം ഞാൻ പറയാൻ വന്ന കാര്യം, അപ്പോൾ ഇങ്ങനത്തെ എന്തെങ്കിലും കുഞ്ഞു ഡേയ്സൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെറുതായിട്ട് പുറത്തേക്കൊക്കെ പോവുക, ചെറുതായിട്ട് ചെറിയ എക്സൈറ്റ്മെൻറ്റ്സ്, സർപ്രൈസ് ഗിഫ്റ്റൊന്നും വാങ്ങണ്ട. പക്ഷേ ഇങ്ങനത്തെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു ഹാപ്പിനെസ് കിട്ടും. അപ്പോൾ അടുത്ത വീട്ടിൽ കാണുന്നവരെ ഇറ്റ്സ് ബൈ ഫ്രം കരീസ്മ. ഇഷ്ടപ്പെടുന്നത് സബ്സ്ക്രൈബ്.